എടാ ഈ തെയ്യത്തിന് പോയില്ലായിരുന്നേ നമുക്കത് ഭയങ്കര നഷ്ടമായിരുന്നു അല്ലേ? നഷ്ടം. ഈ ചാടാൻ കുറെ പേരും അത് കണ്ട് കൈയടിക്കാൻ നിങ്ങളെപ്പോലുള്ളവരും. എടാ ചുമ്മാ തട്ടിപ്പാടാ. തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് എനിക്കറിയാൻ മേല. പക്ഷെ പരിപാടി കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിനൊരിതാ. ഇവൻ ഇതുവല്ല അറിയോ? എടാ ഞാനെന്നാ പോവാണേ. ശരിടാ. എടാ അവനോട് ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്കറിയാൻ മേലെ. ഇതിനെ പിന്നെ അവിടെ വെച്ച് പറയാത്തെ. അത് പിന്നെ നാളെ കാണാം. ശരി. അവന്മാര് പറയുന്നതിലും കാര്യമുണ്ടോ? ആരാ അവിടെ ഇരിക്കുന്നേ? അവിടെ ഒറ്റയ്ക്കിരിക്കണ്ട, അതത്ര നല്ല സ്ഥലമല്ല കേട്ടോ. ഇതെവിടെ പോയി? ആരുമില്ലേ? രക്ഷിക്കണേ. എന്നിട്ടോ പറ മുത്തശ്ശി, എന്താ പറ്റിയേ? എന്നിട്ട് ആ തിരുമേനി കാട്ടിലൂടെ രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തെ കണ്ടു. എന്റെ മുത്തശ്ശി രാവിലെ തന്നെ തുടങ്ങിയോ ചുമ്മാ കെട്ടുകഥയൊക്കെ പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കാൻ? എന്റെ പിള്ളേരെ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങളെ പോലുള്ളവരോ ഓരോ കെട്ടുകഥയൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നു. എടാ ഞാൻ പറഞ്ഞത് ദേവിയുടെ കാര്യ. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പൊ പറഞ്ഞതിന് നീ അനുഭവിക്കും. ദേവി നിന്നെ ശിക്ഷിക്കും. പിന്നെ നിങ്ങളുടെ ദേവിക്ക് അതല്ലേ പണി, എനിക്കൊരു ചുക്കം സംഭവിക്കാല. അവിടെ തന്നെ നീ എന്തിനാ മുത്തശ്ശിയോട് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? എന്റെ ഏട്ടാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊന്നും അല്ല. മുത്തശ്ശി എന്തിനാ നീ പിള്ളേരോട് ഈ കെട്ടുകഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അത് കേട്ടല്ലേ ഈ പിള്ളേര് വളരുന്നത്. ഞാൻ അതേ പറഞ്ഞുള്ളൂ. എടാ നിനക്ക് വിശ്വാസമില്ലേ? വേണ്ട. മുത്തശ്ശിക്ക് ഒന്നുമില്ലാലും ഇത്രയും പ്രായമായതല്ലേ, അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. നീ അത് തിരുത്താനൊന്നും പോകണ്ട. എന്റെ ഏട്ടാ ചേട്ടൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എടാ അതല്ലടാ, കുറച്ച് ദിവസമായിട്ട് ഞാനൊരു സ്വപ്നം കാണുക, ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം. അതിലെന്തോ നിനക്കൊരു ആപത്ത് വരാൻ പോകുന്നത് പോലെ. നീ ഒന്ന് സൂക്ഷിക്കണം. ചേട്ടൻ ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? പിന്നെ ഒരു സ്വപ്നം കണ്ടു കയറി ചുടനെ ഭരിക്കാൻ പോകില്ലേ? എനിക്കൊന്നും സംഭവിക്കില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. മുത്തശ്ശി അവൻ പോയായിരുന്നോ? അവനിപ്പോ ഇറങ്ങിയേ ഉള്ളൂ. എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഇന്നും അവനുമായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇല്ല. ആട്ടെ, മകളുടെ ജോലിയുടെ കാര്യം എന്തായി? മോളുടെ ജോലിക്കാരി എല്ലാം ശരിയായി. അടുത്ത മാസം മുതലൊക്കെ കയറണം. ഞാൻ പറഞ്ഞില്ലേ ദേവിക്ക് ഒരു ചെമ്പട്ട് നേരെ.
ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ദേവിയെ വിളിച്ചാ വെളിപ്പുറത്താ. ചില ആളുകൾക്ക് വിശ്വാസം തലേ കയറിയാൽ പിന്നെ ആന കുത്തിയാ മാറുക. അവരോടൊക്കെ തർക്കിക്കാൻ പോയാൽ പിന്നെ നമ്മൾ ജീവിതത്തിനകത്തേ പോകും. അവൻ വരുന്നുണ്ട്, നമുക്ക് വേറെ വല്ലതും പറഞ്ഞോണ്ടിരിക്കാം. ആ എടാ, ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. എടാ, മുത്തശ്ശി പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തെ. മോക്ക് ജോലി കിട്ടാതെ വന്നപ്പോഴേ ഞാനൊരു വഴിപാട് നടത്തായിരുന്നു. എടാ, ഇന്ന് നമ്മൾ തെയ്യത്തിന് പോകുമ്പോഴേ അതെന്നെ ഒന്ന് ഓർപ്പിക്കണേ. പിന്നെ നിങ്ങൾക്ക് വേറൊരു പണിയൊന്നുമില്ലേ? കൊച്ചിന് കഴിവുണ്ടായിരുന്നുകൊണ്ട് കൊച്ചു പഠിച്ചു, അധ്യാപകർ നന്നായിട്ട് പഠിപ്പിച്ചു, അതുകൊണ്ടാണ് ജോലി കിട്ടുക. അല്ലാതെ നിങ്ങൾ വഴിപാട് നടന്നിട്ടൊന്നുമല്ല. നിങ്ങൾ ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, ഒരു സമാധാനവും ഇല്ല. നിനക്ക് വിശ്വാസമല്ലേ വേണ്ടെന്നേ? എനിക്കൊരു വിശ്വാസം, ഞാൻ അതനുസരിച്ച് ജീവിച്ചോളാം. ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം, തട്ടിപ്പ്. പോകാന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ? ഒത്തിരി നാൾ കൂടിയല്ലടാ നമ്മുടെ നാട്ടിലൊരു തെയ്യം വരുന്നത്. നമുക്ക് പോയി കണ്ടു നോക്കാന്ന് എങ്ങനെയുണ്ടെന്ന്. ഞാനെങ്കിലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയാൽ മതി. എടാ, നീ വരണ്ടാ. നീ വന്നില്ലാലും തെയ്യം അവിടെ നടക്കും. താൻ പോടും. നീ പോടാ. എന്നെ നീ വന്നേ. എടാ, ഇവനെ പോലെ ഉള്ളവരടാ ഈ നാടിന്റെ ശാപം. വന്നേടാ അവനെ കൊണ്ടിരുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ ആരാന്നറിയണ്ടേ? എടാ, ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്റെയൊക്കെ തലയിലോട്ട് കയറിയ കാര്യങ്ങൾ ആന കുത്തിയാ മാറുകയറ. ഇവരോടൊക്കെ തർക്കിച്ചാലേ നമ്മൾ ജീത്തിയാകുള്ളൂ. നമുക്കല്ല വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഇല്ലടാ. നമുക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാന്നേ. എന്നാ നിനക്ക് ഇത് അവിടെ വെച്ച് പറയാൻ മേലായിരുന്നു. എടാ, അത് പിന്നെ നീ വന്നേ ഇങ്ങോട്ട്. താനാരോ ഈ സന്ധ്യാസമയത്ത് ഓരോ വേഷം കിട്ടി മനുഷ്യനെ പേടിപ്പിക്കാൻ? ഇവിടെ തന്നോടാ ചോദിച്ചത്. ഉണ്ണിക്ക് നോമാരാണെന്ന് തിരിഞ്ഞിട്ടില്ല അല്ലേ? ഒന്ന് അരികത്തേക്ക് വരിക. വെളിച്ചത്തിൽ നോം ശരിക്കൊന്ന് കാണട്ടെ. താനത് പോടും. തനിക്ക് എന്നാത്തിന് സൂക്കേടാ? താനാരാ? ചാരത്ത് വന്നാൽ അരികത്തിരുന്നാൽ ആരെന്ന് ചൊല്ലാം, അറിവ് ഞാൻ നൽകാം. അറിയണ്ടേ ഉണ്ണിക്ക്? ഞാനാരാണെന്ന് അറിയണോടാ നിനക്ക്? ഞാനാരാണെന്ന് അറിയണോടാ? എന്നാ കിടക്കുന്നേ? ഒരു പേടിപ്പിക്കുന്ന രൂപം ഞാൻ കണ്ടു. പേടിപ്പെടുത്തുന്ന രൂപം? സത്യം ഞാൻ പറയുന്നത്. ഇതല്ല നിന്റെ തോന്നലാ. നീയല്ലേ പറഞ്ഞ നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്? നീ നിർത്തിക്കേ, നീ എഴുന്നേറ്റ് ഇങ്ങോട്ട്. എന്താണ്? എന്ത് പറ്റി? ഇവൻ എന്തോ കണ്ട് പേടിച്ചതാ. എന്ത് കണ്ട് പേടിച്ചു? ഏതോ ഒരു രൂപത്തെ ഇവിടെ എവിടെയോ അവൻ കണ്ടെന്ന്. ചേട്ടൻ പറഞ്ഞല്ലേ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാൻ കണ്ടു ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തെ. ഉള്ളതൊന്നിനെയും ഇല്ലെന്ന് ചൊല്ലിയാൽ ഇല്ലാതെയാകില്ലുള്ളതൊന്നും. ഉണ്ണിക്ക് കേട്ടറിഞ്ഞാ പോരാ, കണ്ടു തന്നെ അറിയണം. എന്നിട്ടോ ഇന്നും പതിവ് പോലെ ഞാൻ ആ സ്വപ്നം കണ്ടു. ആ രൂപം കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നി. പണ്ടെപ്പോഴോ ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കും ഉറക്കത്തിൽ എന്നെ വന്ന് ഭയപ്പെടുത്തുന്നത്. എന്റെ കണ്ണുകളിൽ കുറെ നേരം തുറിച്ചു നോക്കി നിന്നു. എന്നോട് എന്തൊക്കെയോ പറയുന്നതായി എനിക്ക് തോന്നി. എന്നിട്ട് ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും അത്തരം ഭയപ്പെടുത്തുന്ന സ്വപ്നം ഞാൻ കണ്ടതേയില്ല. എടി, ഞാൻ ഇന്നൊരു കഥ വായിച്ചടി. കാട്ടിലൂടെ ഒറ്റയ്ക്കൊരു തിരുമേനി നടന്നു വന്നപ്പോഴേ മുന്നിലൊരു ഭൂതം വന്നു. ആ കഥ വായിച്ചാലേ പേടി വരും. ചേച്ചി, ആ കഥയുടെ പേരെന്താ? പേരോ, ഞാൻ കണ്ട സ്വപ്നം.